മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാകുന്നു. ഇറാനുമായി ഇനി കരാറിനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ അമേരിക്ക ധാരണാപത്രം അവസാനിച്ചതായി താൻ കരുതുന്നു. ഇറാന് വേണ്ടി കുറേ സമയം നഷ്ടമായെന്നും ഇനി അമേരിക്ക ചെയ്യാനുള്ളത് ചെയ്യുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ വിവിധ ഇടങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഇടക്കാല കരാർ വന്നതോടുകൂടി സാഹചര്യമൊക്കെ ശാന്തമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വീണ്ടും അമേരിക്ക പഴയ രീതിയിൽ തന്നെ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിന് കാരണം? ഇങ്ങനെയൊരു പ്രസ്താവന ട്രംപ് നടത്താനുള്ള കാരണം എന്താണ്? അനീഷ, ഇന്നലെ ഹോർമസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു കപ്പൽ ഖത്തറിൻ്റെതും മറ്റൊന്ന് സൗദി അറേബ്യയുടേതുമാണ്. ഈ 2 രാജ്യങ്ങളും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് ഇറാന് നൽകിയിരുന്ന ഉപരോധത്തിലെ ഇളവ് പിൻവലിക്കുന്നതായി അമേരിക്ക പ്രഖ്യാപിച്ചത്. തുടർന്ന് ഇന്ന് വെളുപ്പിനാണ് 3 ഇടങ്ങളിലായിട്ട് കിഷം ദ്വീപ്, അതോടൊപ്പം തന്നെ ബന്ദർ അബ്ബാസ്, സിറിക് ഉൾപ്പെടെ 3 ഇടങ്ങളിലാണ് നിരവധി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം നടന്നത്. ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് അല്പം മുമ്പ് അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടി രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശക്തമായിട്ടുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ജൂൺ 17-ന് നിലവിൽ വന്നിരിക്കുന്ന ധാരണാപത്രം, അതായത് ഇടക്കാല കരാർ, പൂർണ്ണമായും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇനി ഇറാനുമായിട്ട് ചർച്ചയില്ല. കുറേ സമയം നഷ്ടപ്പെടുത്തുകയല്ലാതെ നിലവിലുള്ള നേതൃത്വവുമായിട്ട് ചർച്ച നടത്തുന്നതിൽ ഒരു കാര്യവുമില്ല എന്നത് ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ആ കരാറിനെയും തുടർ ചർച്ചകളെയും അദ്ദേഹം നിരാകരിക്കുകയാണ്. ഇതിനോടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഇറാന്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ ധാരണാപത്രത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളൊക്കെയും ലംഘിച്ചത് അമേരിക്കയാണ്. അമേരിക്ക തന്നെയാണ് ഏകപക്ഷീയമായി തങ്ങളുടെ പരമാധികാരത്തിന് നേരെ കടന്നാക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്ക തന്നെയാണ് ഹോർമസിൽ തങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഉൾപ്പെടെയുള്ള നിരവധി വിമർശനങ്ങളാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാറ്റോ രാജ്യങ്ങൾ ഇനി അങ്ങോട്ട് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയതായിട്ടും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ഈ കരാറുകൾ റദ്ദായ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും തുടർ നീക്കങ്ങൾ? ഏതെങ്കിലും അർത്ഥത്തിൽ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇനി ചർച്ചയിലേക്ക് ഇരുവിഭാഗത്തെയും കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ആഗ്രഹിച്ചാലല്ലാതെ ഇനി ഒരു ചർച്ച സാധ്യമല്ല എന്നതാണ് അമേരിക്കൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഖത്തറിന്റെയും പാകിസ്ഥാനും ഏറെക്കുറെ ഒരു നിസ്സംഗമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളോടുകൂടി രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിനോട് തിരിച്ചടിയായി ബഹ്റൈനിലും കുവൈത്തിനും നേർക്കാണ് ഇന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് വ്യാപകമായിട്ടുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നത്.